പാറക്കല്ലുകൾ കൂട്ടത്തോടെ അടിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. വെള്ളാർമല സ്കൂളിന് പിന്നിലെ വീടുകളും അമ്പലവും കടകളുമെല്ലാം ഒലിച്ചുപോയി. നിരവധി മൃതദേഹങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. സരീഷ് പി കെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു ദിവസം കൊണ്ട് സ്കൂളിൻ്റെ മുറ്റം മുഴുവനായി പുഴയായി മാറിയ ദൃശ്യമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. വലിയ സ്കൂൾ മുറ്റം, അതോടൊപ്പം ചേർന്ന ഗ്രൗണ്ട്, അതാണ് ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഒരു പുഴയ്ക്ക് സമാനമായി മാറിയിരിക്കുന്നത്. നിരവധി വീടുകൾ ഇതിന് മുകളിലുണ്ടായിരുന്നു. ആ വീടുകളെല്ലാം ഒലിച്ചുപോയ അവസ്ഥയിലേക്കാണ്. അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു മലമുകളിൽ നിന്ന് നിരവധി പാറക്കല്ലുകളാണ് ഈ താഴേക്ക് എത്തിയിരിക്കുന്നത്. അത്രത്തോളം അല്ലെങ്കിൽ വീട്, അമ്പലം ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിൽ നിന്നും ഇല്ലാതാവുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ മുകളിലെ ഭാഗത്ത് നിന്നും ഇവിടെ നിന്നും ഏതാണ്ടൊരു 250 മീറ്റർ അകലെയാണ് ഇതിനകം തന്നെ 5-ലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ മുകളിലെ വീടുകളിൽ നിന്ന് നേരത്തെ തന്നെ പല ആളുകളോടും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത്തരത്തിൽ മാറി താമസിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകളിലേക്ക് പോകാൻ സാധിക്കാതിരുന്നത് കൊണ്ട് മാത്രം മണ്ണിനടിയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയ നിരവധി ആളുകൾ ഇപ്പോഴും ആ മണ്ണിലടിയിലുണ്ട്. അല്ലെങ്കിൽ അവരെ കണ്ടെത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ എന്തായിരുന്നു എന്ന് പോലും സംശയിക്കാവുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ഭൂപ്രകൃതി മുഴുവൻ മാറുകയും ഒരു പുഴ ദിശ മാറി ഒഴുകുന്ന സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ സ്കൂളിൻ്റെ ഏതാണ്ട് താഴെത്തട്ട് മുഴുവനായി മണ്ണ് നിറഞ്ഞ അവസ്ഥയിലാണ്. പലരും ഈ ക്യാമ്പ് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കാറ്. സ്കൂളിലേക്ക് മാറിയിരുന്നു. ചിലരാകട്ടെ വീട്ടിലെ മുകൾ നിരയിൽ താമസിച്ചിരുന്നു. അങ്ങനെ ക്യാമ്പുകളിലേക്ക് മാറാത്തവരാണ് ഇപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ, അതായത് ഇതിന് മുകളിൽ വെള്ളറ സ്കൂളിന് മുകളിലുള്ള മേഖലയിൽ നിന്നും വീടുൾപ്പെടെ ഒലിച്ചു പോവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. വലിയ വലിയ പാറക്കല്ലുകൾ ഒരേ സമയം താഴേക്ക് പതിക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം അത്തരത്തിലുള്ള പാറക്കല്ലുകൾ നമുക്ക് കാണാം. അത്തരത്തിൽ ഉള്ള ഏതാണ്ട് ഈ പ്രദേശം മുഴുവൻ പാറക്കല്ലുകൾ, 10 അടിയിലേറെ ഉയരമുള്ള പാറക്കല്ലുകളൊക്കെ ഈ മേഖലയിലേക്ക് പതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ മേഖല മുഴുവൻ ഇല്ലാതാവുന്ന, വീടുകളൊക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പാറക്കല്ലുകളിന് അടിയിൽ, അതായത് ഈ കാണുന്ന പാറക്കല്ലുകൾക്കടിയിൽ ആളുകളുണ്ടോ എന്ന സംശയം പോലും ബാക്കിയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുകളിൽ ഭാഗങ്ങളിൽ നിന്നും, ഇന്ന് രാവിലെ ഉൾപ്പെടെ മുകൾ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. പാറക്കല്ലുകൾക്കടിയിൽ നിന്നും മണ്ണിനടിയിൽ നിന്നുമൊക്കെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഈ മണ്ണും കല്ലും നീക്കിയുള്ള പരിശോധനയാണ് ഇപ്പോഴും നടക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള പരിശോധന ദ്രുതഗതിയിൽ നടക്കുന്നു. നാട്ടുകാരുടെ സേവനം, നാട്ടുകാരുടെ അവരുടെ നേരത്തെ എവിടെയായിരുന്നു വീടുകളുണ്ടായിരുന്നത്, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് തിരച്ചിൽ നടത്തുന്നത്. നേരത്തെ നമ്മൾ പരിസരവാസിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, അമ്പലമുണ്ടായിരുന്നു, അങ്ങനെ വളരെ സജീവമായ ഒരു മേഖലയായിരുന്നു ഇത്. വലിയ റോഡുണ്ടായിരുന്നു, ആ റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നൊരിടമായിരുന്നു. അങ്ങനെ ആ മേഖല മുഴുവൻ ഒന്നാകെ ഇല്ലാതായി പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മേഖലയായി മാറിയിരിക്കുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു മൃതദേഹം കണ്ടെത്തി. സ്കൂളിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് പിന്നെ കൂടുതൽ 4 മൃതദേഹങ്ങൾ ഒരേ സ്ഥലത്തു നിന്നും ലഭിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇനിയും തിരച്ചിൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഇറ്റാച്ചികളും ഒപ്പം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് എത്തിച്ചുള്ള പരിശോധന നടക്കുന്നത്. തീർച്ചയായും വരും മണിക്കൂറുകളിലും ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ സജീവമാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ സോണുകൾ തിരിച്ചുള്ള പരിശോധനയിൽ പ്രത്യേകിച്ച് ഈ മേഖല കേന്ദ്രീകരിച്ചും കൂടുതൽ പരിശോധനകൾ വരും മണിക്കൂറുകളിൽ തുടരും.